ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ വ്ളോഗാണ് കേട്ടോ. 5ാം മാസത്തെ സ്കാനിങ്ങിൻ്റെ വ്ളോഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റെ അവിടെ എന്താ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല, 9:30 ആയി. സമയം 9:35. എല്ലാവരും ഇറങ്ങി. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ യാത്രയാകും ഗൈസ്. അപ്പോൾ ഞാൻ ദേ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള റിപ്പോർട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ കാർഡും കാര്യങ്ങളും എടുത്തു വെച്ചു. ഞങ്ങളൊരു 9:45 ആകുമ്പോഴേക്കും ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പിള്ളേരനൊക്കെ സ്കൂളിലേക്ക് ആക്കിയിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോണത് കേട്ടോ. അപ്പം ഞങ്ങളൊരു 10:45 ആകുമ്പോഴേക്കും ഹോസ്പിറ്റലിലെത്തി. അമല ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പം നേരെ നമ്മൾ സ്കാനിങ്ങിൻ്റെ സൈഡിലേക്കാണ് പോണത്. ഫസ്റ്റ് ആദ്യം നമ്മൾ ടോക്കൺ നമ്പർ കൊടുക്കണം. ടോക്കൺ അവിടെ കാണിച്ചു കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ താഴെയാണ് സ്കാനിങ്ങിൻ്റെ സ്ഥലം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സ്കാനിങ്ങിൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ നമുക്ക് സ്കാനിങ്ങിൻ്റെ പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കൗണ്ടറിൽ കൊടുത്തു. അപ്പോൾ നമുക്കൊരു ഫോം തന്നു ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഈ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഫുഡ് കഴിച്ചത് കേട്ടോ. ഉച്ച നല്ല ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് വരുമ്പോൾ. അപ്പോൾ നമ്മൾ കിഴി ബിരിയാണിയും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഒരെണ്ണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് ഒരെണ്ണം പറഞ്ഞുള്ളൂ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ സർലാസും അതുപോലെ തന്നെ അച്ചാറും ഉണ്ടായിരുന്നു. ഏത് അച്ചാർ? നാരങ്ങ അച്ചാറായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരു മുട്ടയുണ്ടായിരുന്നു കേട്ടോ. നല്ല ബിരിയാണി ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ പോവാണ്. ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ പോണത് പിള്ളേരിനെ എടുക്കാനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്കാനിങ്ങും ഡോക്ടറെ കാണലും കഴിഞ്ഞിട്ട് ഇതേ ഇപ്പോൾ കുറച്ച് നേരത്തെ വീട്ടിലെത്തിയിട്ടുള്ളൂ. അതിൻ്റെ കൂലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഹോസ്പിറ്റലൊക്കെ പോയതല്ലേ, അപ്പോൾ പിന്നെ കാലത്ത് പോയതാണ്. വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് ഞാനൊരു 9:30 വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പച്ചൻ വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു 9:30 പോയി. ഞങ്ങളൊരു 10:45 ആകുമ്പോഴേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി, അമല ഹോസ്പിറ്റലിലെത്തി. 10:45 എത്തി കഴിഞ്ഞിട്ട് സ്കാനിങ് ഞങ്ങൾക്ക് 10:30 ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചെറുതായിട്ട് ബ്ലോക്കും കാര്യങ്ങളും കിട്ടിയ കാരണം 10:45 എത്തുമ്പോൾ. അപ്പോൾ അവർ ചോദിച്ചു എന്താ ലേറ്റ് ആയി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്ലോക്ക് കിട്ടിയ കാരണമാണ് നമ്മൾ ലേറ്റ് ആയതെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് 10:45 എത്തിയിട്ട് സ്കാനിങ് കഴിയണത് 2 മണിക്കാണ് ഗൈസ്. 2 മണി. അത്ര നേരം നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എമർജൻസി കേസ് എന്ന് പറഞ്ഞിട്ട് കുറേ പേരിന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായി. അത് കഴിഞ്ഞ് സ്കാനിങ് കഴിഞ്ഞ് സ്കാനിങ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമുക്ക് ഡോക്ടറെ കാണിക്കണുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിക്കാനായിട്ട് നമ്മൾ ചെന്നപ്പോൾ ഡോക്ടർ OP കഴിഞ്ഞിട്ട് പോയി. അതാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ ലേബർ റൂമിലത്തെ ഡോക്ടറിനെ കണ്ട് റിപ്പോർട്ടും കാര്യങ്ങളും കാണിച്ചു കൊടുത്ത് ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നോർമലാണ്, വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കഴിയുമ്പോൾ 3 മണിയായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാലത്ത് 10:45 പോയതാണ് കേട്ടോ. അപ്പോൾ 3 മണിയായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ പിന്നെ പിള്ളേരെ എടുക്കാമെന്ന് വെച്ചിട്ട് പിള്ളേരിനൊക്കെ എടുത്ത് ഞങ്ങൾ ഒരു 4 മണി, കറക്റ്റ് ഒരു 4 മണി 4:15 ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമായിട്ടോ. വെറുതെ ട്രാവലിംഗ് ആണ്, നമ്മളെ വരെ പോകണം കേട്ടോ. അപ്പം വീട്ടിലെത്തി. ഇതൊക്കെ കുളിയൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം അവിടെ താഴെ വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ, അവിടുത്തെ വിശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പം റൂമിലെത്തി. ഇനി നൈസായിട്ട് കിടന്നുറങ്ങിയിട്ട് ഇപ്പോൾ ടൈം 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 5 മണി 5:30 ആവാറായിട്ടുണ്ട്. അപ്പം ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം വിശക്കണമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട്, നല്ല സൂപ്പർ മഴയുണ്ട്. അതുകൊണ്ട് ലൈറ്റ് കുറച്ച് കമ്മിയായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ലൈറ്റ് ഭയങ്കര ഇതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ബൈ.